കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ തിരുവനന്തപുരത്തുണ്ടായത് വൻ സംഘർഷം. ആഹ്ലാദ പ്രകടനത്തിനിടെ SFI KSU പ്രവർത്തകർ പരസ്പരം കല്ലെറിഞ്ഞു. സംഘർഷത്തിൽ പരിക്കേറ്റ SFI സംസ്ഥാന നേതാക്കളും KSU നേതാക്കളും ചികിത്സയിലാണ്. സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. SFI പ്രവർത്തകരെ KSU പ്രവർത്തകരും പോലീസും മർദ്ദിച്ചെന്നാരോപിച്ച് തിരുവനന്തപുരം ജില്ലയിൽ SFI ഇന്ന് പഠിപ്പ് മുടക്കും. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യം കാണാം. ഗോപാൽ, വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ തലസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഈ KSUവിന്റെ ജില്ലാ നേതാക്കൾക്കും SFIയുടെ സംസ്ഥാന നേതാക്കൾക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ തലസ്ഥാനത്ത് നേരിട്ടെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നത്തെ തുടർ പ്രതിഷേധം എങ്ങനെയാണ്? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 1.5 മണിക്കൂർ നേരം തിരുവനന്തപുരം പാളയം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. കാരണം രാത്രി ഏകദേശം ഒരു 9 മണിക്ക് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം വരുന്നത്. ഫലപ്രഖ്യാപനം വന്നപ്പോൾ SFIക്ക് വലിയ വിജയമുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനം അവർ നടത്തുകയും ചെയ്തു. പാളയത്ത് നിന്ന്, അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് കൂടി പാളയം പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. SFI ആഹ്ലാദ പ്രകടനത്തിലേക്ക് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ തിരിഞ്ഞ് ഈ KSU പ്രവർത്തകർക്കെതിരെ ഒരു സംഘർഷം എന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തത്. പിന്നീട് ഏകദേശം 1.5 മണിക്കൂർ 2 ഭാഗങ്ങളിലായി നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ SFI പ്രവർത്തകരും പാളയം പള്ളിക്ക് മുന്നിൽ KSU പ്രവർത്തകരും എന്ന നിലയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറും സംഘർഷവും കല്ലും വടിയും എല്ലാം വലിച്ചെറിയുന്ന തരത്തിലേക്ക് വലിയ തരത്തിലേക്ക് സാഹചര്യം പോവുകയുണ്ടായി. ഇതിനിടയിൽ SFI പ്രവർത്തകർ ഉന്നയിച്ച ആരോപണം തങ്ങളെ ആക്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയും തങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് പോലീസ് ആക്രമിക്കുകയും ചെയ്തു എന്നതായിരുന്നു. വലിയ തരത്തിലേക്കുള്ള പരിക്ക് ഇരു വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർക്കുമുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറിക്കും പ്രസിഡന്റിനും അടക്കം മുറിവുകളും പൊട്ടലുകളും ചതവുകളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ KSUവിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് സമാനമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഘർഷം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടറി A റഹീം, അതിനോടൊപ്പം തന്നെ MV ജയരാജൻ, സംസ്ഥാന നേതാക്കളായ MV ജയരാജൻ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് ഇരച്ചെത്തി. അവർ അപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തിയത് പോലീസിനെ തന്നെയായിരുന്നു. ആ പോലീസ് ഒറ്റതിരിഞ്ഞ് SFI പ്രവർത്തകരെ മാത്രം തല്ലുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. KSU പ്രവർത്തകരെ സംരക്ഷിച്ച് KSU പ്രവർത്തകരെ കൃത്യമായിട്ടുള്ള സുരക്ഷയൊരുക്കുന്ന സ്ഥിതി ചെന്നിത്തലയുടെ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നായിരുന്നു MV ജയരാജൻ പറഞ്ഞത്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നും തലസ്ഥാന ജില്ലയിൽ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധത്തിനുള്ള സാഹചര്യമൊക്കെ അല്ലെങ്കിൽ പ്രഖ്യാപനമൊക്കെയാണ് SFI നടത്തിയിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഈ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFI പഠിപ്പ് മുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ജില്ലയിലെ എല്ലാ കലാലയങ്ങളിലും ഇന്ന് പഠിപ്പ് മുടക്കായിരിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പഠിപ്പ് മുടക്ക് സമരം കൂടാതെ സെക്രട്ടേറിയറ്റിലേക്ക് SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു പ്രതിഷേധ മാർച്ച് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് ഈ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായതിൻ്റെ തുടർച്ചയെന്നോണം ഈ മാർച്ച് അക്രമാസക്തമാകുമോ സംഘർഷമാകുമോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം SFIയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണമാറ്റത്തിന് ശേഷം SFIയുടെ സമരങ്ങൾ സ്വഭാവം മാറിയിട്ടുണ്ട്. SFIയുടെ സമരത്തിൻ്റെ രീതികൾ മാറിയിട്ടുണ്ട്. വലിയ തരത്തിലേക്ക് പ്രതിഷേധ സ്വഭാവത്തിലേക്കുള്ള സമരപരിപാടികളിലേക്ക് SFI കടക്കും എന്ന സൂചന നേരത്തെ തന്നെ AG's ഓഫീസ് മാർച്ച് അടക്കമുള്ളവ നടന്നപ്പോൾ കണ്ടതാണ്. അവർ പ്രഖ്യാപിച്ചതുമാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നും SFIയുടേതായിട്ടുള്ള സെക്രട്ടേറിയറ്റ് സമരമുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തങ്ങളാണ് എന്നും തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് KSU പ്രവർത്തകർ അസ്വസ്ഥരാകുകയും ആ അസ്വസ്ഥത വലിയ സംഘർഷത്തിലേക്ക് പോവുകയുമായിരുന്നു എന്ന ആരോപണത്തിൽ ഇപ്പോഴും SFI ഉറച്ചു നിൽക്കുന്നു. മറുവശത്ത് KSUവിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നേരെയാണ് ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ SFI ആക്രമണം അഴിച്ചുവിട്ടത് എന്ന വാദമാണ് KSUവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്താണെങ്കിലും പോലീസുകാർക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾക്ക് സാരമായ കേടുപാട് പറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കൊരു സംഘർഷം കൂടി ഉണ്ടാകുന്നത്. ഏറെ ശ്രദ്ധേയമാണ് റോഷൻ.
യെസ്, കേരള സർവകലാശാലയിലെ യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇന്ന് തലസ്ഥാനത്ത് SFIയുടെ പഠിപ്പ് മുടക്കമുണ്ട്.